2 ദിവസം മുമ്പ് നിയമസഭയിൽ ഒരു ചോദ്യോത്തര വേള ഉണ്ടായിരുന്നു. ഡാവോസിൽ പോയി വന്ന് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന്റെ കാര്യം പറഞ്ഞ് വ്യവസായ മന്ത്രി കത്തി കാളുമായിരുന്നു. അങ്ങനെ നിറഞ്ഞു നിന്ന് പ്രസംഗിക്കായിരുന്നു. ഞാൻ ഇടക്ക് കയറി ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. 10 കൊല്ലമായല്ലോ പണി തുടങ്ങിയിട്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഞങ്ങളെ കാലത്ത് 5 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ചെയ്ത കാര്യങ്ങൾ, മെട്രോ റെയിലോ അല്ലെങ്കിൽ ടെക്നോ പാർക്കോ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയോ അല്ലെങ്കിൽ എയർപോർട്ടോ അങ്ങനെ പലതുമായി കാണാൻ മനുഷ്യന്റെ നഗ്ന കണ്ടുകൊണ്ട് കാണാനുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. 10 കൊല്ലമായില്ലേ കയ്യിലൊത്തുന്നു, ഒരെണ്ണം പറയാവോ എന്ന് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഒന്ന് പതറി. പിന്നെ ആലോചിച്ചു, ഒന്നും പറയാനില്ലല്ലോ. ആ പോകുന്ന നാഷണൽ ഹൈവേ വലിയ റോഡ് പറയുമായിരുന്നു, പക്ഷെ അത് ഇടിഞ്ഞു പൊളിച്ചതിന് ശേഷം ആകെ പറയുന്നത് ഞങ്ങളതല്ല നമ്മളതല്ല എന്നാണ്. അപ്പൊ അതും പറയാൻ 10 വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ കേരളത്തിലെ ഈ ഇടത് മുന്നണി ഭരണത്തിന്റെ ഒരു കാണാവുന്ന റിസൾട്ട് എന്ത് എന്ന് ഒറ്റ വാക്കിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോ മറുപടി പറയാൻ കഴിഞ്ഞില്ല. നമ്മളോട് ഓരോ 5 വർഷം ചോദിച്ചാലും നമ്മൾ പറയുമായിരുന്നു. CS-ന്റെ കാലത്തെ പറയാമായിരുന്നു, തറാപറ പഠിപ്പിച്ചു. നമ്മുടെ കാലത്ത് പറയാൻ കഴിയും, IT ലിറ്ററസി ഉണ്ടാക്കി. എന്തിനീ 10 വർഷം കേരളത്തെ മുഴുവൻ കടക്കണിയിലാക്കി. ഞാൻ MSF-ന്റെ സമ്മേളനത്തിൽ ഇത് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്തുമാത്രം അധപ്പതിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. കുട്ടികൾ കാത്തിരിക്കോ? കുട്ടികൾ മുഴുവൻ കേരളം വിട്ടുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പ് പറയുന്നു, ഇലക്ഷൻ നടക്കട്ടെ, ഭരണം വന്നാൽ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറയും, പോകുന്ന കുട്ടികളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഞങ്ങൾ അത്തരം പരിപാടികളുമായി വരും. അത് ഒരാധുനിക ലോകം ആവശ്യപ്പെടുന്ന തരത്തിൽ കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ MSF ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിക്ക് കഴിയും.